സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ചയുടെ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഓരോ ശനിയാഴ്ചകളിലും പരിശുദ്ധ ദേവാലയത്തിൽ സന്ധ്യ നമസ്കാരത്തിൽ നാം പാടുന്നൊരു ഗീതമുണ്ട്. എന്നാഥ നിൻ കൃപ നിന്നെ ഈ പാപികളിൽ ചായിച്ചു, നിൻ ശ്ലീബാ ചിറകിൽ തൂങ്ങും, നിൻ സഭമേൽ കൃപ തോന്നേണം. വരിയുടെ അർത്ഥം ചിന്തിക്കുമ്പോൾ, നിൻ്റെ കൃപ, എന്നാഥ നിൻ കൃപ നിന്നെ, നിൻ്റെ കൃപയാൽ ഈ പാപികളാകുന്ന ഞങ്ങളിലേക്ക് നീ ചാഞ്ഞിറങ്ങി, ആകാശം ചായ്ച്ച് സ്വർഗമഹോന്നതങ്ങളിൽ ഇരുന്നവനായ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാഥ നിൻ കൃപ നിന്നെ ഈ പാപികളിൽ ചായ്ച്ചു, നിൻ ശ്ലീബാ ചിറകിൽ തൂങ്ങും. നിൻ്റെ ശ്ലീബായുടെ ചിറകിലാണ് ഞങ്ങളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ആ ശ്ലീബായുടെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ ഈ ലോകത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. എപ്പോഴാ ശ്ലീബായുടെ സംരക്ഷണത്തിൽ നിന്ന് ഞാൻ പിടിവിട്ട് വീഴുന്നോ, ഞാൻ വന്നു പതിക്കുന്നത് ഒരു വല്ലാത്ത ദുരിതത്തിലേക്കാണ്, വല്ലാത്ത ഗർത്തത്തിലേക്കാണ്. അതുകൊണ്ട് ആ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി അവൻ്റെ ശ്ലീബായിൽ, അവൻ്റെ കുരിശിൽ പൂർണ്ണ ആശ്രയവും അഭയവും കണ്ടെത്തുവാൻ ഈ നാളുകളിലിടയാകട്ടെ. വീണ്ടും അതിൻ്റെ വരികൾ നാം പാടുന്നു. അതിശക്തി മഹത്വങ്ങളതാൽ മൃതരുടെയി നേറ്റോൻ മശിഹ, ദുരിതക്കടലിൽ നടിയാരെ കരുണയോടെ എഴുന്നേൽപ്പിക്കണം. അതിശക്തി മഹത്വങ്ങളതാൽ മൃതരിടയിൽ നിന്ന്, മനുഷ്യരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ മശിഹ, ഈ ദുരിതക്കടലിൽ നിന്ന് ഞങ്ങളെ കരുണയോടെ എഴുന്നേൽപ്പിക്കണം. ഈ ലോകം എല്ലാവർക്കും ദുരിതമാണ് വെച്ച് നീട്ടുന്നത്. പക്ഷേ ഈ ദുരിതക്കടലിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തനായ ജീവനുള്ളൊരു ദൈവമുണ്ട്. വീണ്ടും ഇന്നത്തെ സന്ധ്യ നമസ്കാരത്തിൻ്റെ ഏവൻഗേലിയോനിൽ നാം വായിച്ചു കേട്ട ഒരു ഭാഗം, ഒരു വയലിൽ വിത്ത് വിതച്ചു. ശത്രു രാത്രിയിൽ വന്ന് അതിൻ്റെ കൂടെ കള കൂടി വിതച്ചു. വേലക്കാരൻ ചെന്ന് യജമാനോട് ചോദിക്കുകയാണ്, വിത്തും കളയും കൂടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, ഞങ്ങൾ പോയി കളയൊക്കെ പിഴുത് കളയട്ടെ? അപ്പോൾ യജമാനൻ പറയുന്നുണ്ട്, വേണ്ട, രണ്ടും വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. കാര്യം ഇപ്പം പോയി നീ കള പറിച്ചു കഴിഞ്ഞാൽ അത് വിളയും കൂടെ പോകും. ഈ ലോകത്തിൽ വിളയായും കളയായും നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ, ദൈവമേ, നീ കൊയ്ത്തിൻ്റെ ആ ദിവസം എന്നെ വിളയായിട്ടാണോ കളയായിട്ടാണോ കാണുന്നത്? എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ശാന്തമായി ചിന്തിക്കുവാനും, ഞാനൊരു കളയായിട്ട് പോലും നീ വെട്ടാതെ എന്നെ ഈ ലോകത്തിലെങ്കിലും നിർത്തിയിരിക്കുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ഈ ദിവസം ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.